ഗൈസ്, ഇന്നലെ എനിക്ക് വന്നൊരു വാട്സാപ്പ് മെസ്സേജ് ആണ്. അതായത് ഇങ്ങനെയാണ്: സർ, ഞാൻ ഗ്രാഫിക്സിൽ 4 ക്വസ്റ്റ്യൻസ് എഴുതി, പക്ഷെ ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ എക്സ്ട്രാ ഫിഗർ വരച്ചു. അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യനിൽ ഞാൻ വരച്ചത് തെറ്റിപ്പോയി. പക്ഷെ ആദ്യമൊക്കെ ചെയ്തു വന്നത് അല്ലെങ്കിൽ ചെറിയ ഒരു പോർഷൻ ശരിയാണ്, അവസാനം കൊണ്ട് തെറ്റിച്ചു എന്നൊക്കെയാണ്. പക്ഷെ ഇതിന് മാർക്ക് തരുമോ അല്ലെ സപ്ലി ആകുമോ? മറ്റൊരു മെസ്സേജ് എന്ന് പറയുന്നത്: സാർ, എന്തായാലും ഗ്രാഫിക്സിന് സപ്ലി ഉറപ്പായി, S1 തന്നെ സപ്ലി അടിച്ചാൽ പണി കിട്ടുമോ അല്ല മാർക്ക് കുറയുമോ എന്നൊക്കെയുള്ള നിരവധി ഡൗട്ടുകളാണ്. എനിക്കറിയാം ഈ വീഡിയോ കാണുന്നത് KTU S1 സ്റ്റുഡൻസ് ആണ് എങ്കിൽ നിങ്ങളിൽ പലർക്കും ഇത്തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടാകും. കാരണം നിങ്ങൾ ഇപ്പോൾ എഴുതിയിരിക്കുന്നത് ആദ്യത്തെ KTU എൻഡ് സെമസ്റ്റർ എക്സാം ആണ്, പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് +2 വാല്യൂഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരുന്നു. പക്ഷേ യൂണിവേഴ്സിറ്റി അങ്ങനെയല്ല. എന്ത് സംഭവിക്കും എന്നുള്ളത് നല്ല വൃത്തി എഴുതിയവർക്ക് വരെ ആശങ്ക തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി പറയുകയാണ്. ഈ വീഡിയോ തീർച്ചയായിട്ടും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക, നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പ്സിലേക്കും കൂടി എത്തിക്കുക. ഓക്കെ, KTU എക്സാം നോക്കുന്നത് നിങ്ങളെ ഇപ്പോൾ പഠിപ്പിക്കുന്ന അധ്യാപകരെ പോലെ തന്നെ പല കോളേജുകളിൽ നമ്മൾ ഈ സ്കൂളുകളിൽ കണ്ട പോലെ തന്നെയുള്ള പ്രൊഫസേഴ്സാണ്. അപ്പോൾ അവരുടെ മുന്നിൽ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ നമ്പർ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആരായിരുന്നു, നിങ്ങൾക്ക് എത്ര കീം റാങ്ക് ഉണ്ട്, നിങ്ങൾ ഏത് വലിയ കോളേജിലാണ് പഠിക്കുന്നത് എന്നൊന്നും അറിയില്ല. അപ്പോൾ എൻഡ് സെമസ്റ്റർ എക്സാമിന് അവരുടെ മുന്നിൽ എന്തുണ്ട്? ഒരു ആൻസർ കീ ഉണ്ട്, ഒരു ആൻസർ ഹിന്റ് ഉണ്ട്. അപ്പോൾ പല തിയറി സബ്ജക്ട്സ്, ഫോർ എക്സാമ്പിൾ കെമിസ്ട്രി ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ, അതിലെല്ലാം അവരുടെ മുന്നിൽ കൃത്യമായിട്ട് ആൻസർ കീയിൽ ഉണ്ടാകും. ഇന്ന സ്കീം അല്ലെങ്കിൽ ഇന്ന ആ ഒരു ഡയഗ്രാം വേണം എങ്കിൽ മാത്രമേ മാർക്ക് കൊടുക്കാവൂ. ആ ഒരു ഇക്വേഷൻ വേണം. ഇപ്പൊ 3 മാർക്കിനാണ് എങ്കിൽ 2 പാർട്ടോ 3 പാർട്ടോ ഉണ്ടാകും. എങ്ങനെയായിരിക്കും? ആ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ 1 മാർക്ക്, ആ ആൻസറിന് 2 മാർക്ക്, അങ്ങനെയായിരിക്കും. പാർട്ട് ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 9 മാർക്കിന്റെയും 5 മാർക്കിന്റെയും ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് എങ്കിൽ അതിൽ പരാമർശിച്ചിരിക്കുന്ന ഒരു 4 or 5 പോയിന്റ്സ് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ 9 മാർക്കിനാണ് എങ്കിൽ 6 മാർക്കിനാണല്ലോ, ഒരു 6 മാർക്ക് 3 മാർക്കിനുള്ള ഒരു സബ് ക്വസ്റ്റ്യൻ ആണല്ലോ. 6 മാർക്കിൽ തന്നെ അറ്റ്ലീസ്റ്റ് ഒരു 3 പോയിന്റ് അവർ പറഞ്ഞിട്ടുണ്ടാകും. ഫോർ എക്സാമ്പിൾ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് എ റെക്ടിഫയറോ അല്ലെങ്കിൽ മോസ്ഫെറ്റോ ഏതെങ്കിലും ആണ് വരുന്നതെങ്കിൽ ഫിഗറിന് 1 മാർക്ക്, കൺസ്ട്രക്ഷൻ കറക്റ്റ് ആ പാർട്സ് അടയാളപ്പെടുത്തിയിട്ടുണ്ടോ അതിനൊരു മാർക്ക്, അതിൻ്റെ വർക്കിംഗ് എഴുതിയിട്ടുണ്ടോ മാർക്ക്, ആപ്ലിക്കേഷൻ എഴുതിയിട്ടുണ്ടോ, അങ്ങനെയുള്ള ഡിവിഷൻ ഉണ്ടാകും ബേസ്ഡ് ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് ദി ആൻസർ ഷീറ്റ്. ഓക്കെ, ഇനി ഗ്രാഫിക്സ് എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? ഗ്രാഫിക്സിൽ നിങ്ങൾക്ക് ഫൈനൽ ഫിഗർ ശരിയായിട്ടില്ല എങ്കിൽ പോലും നിങ്ങളുടെ XY പ്ലെയിൻ, നിങ്ങൾ ആദ്യമായിട്ട് അടയാളപ്പെടുത്തിയ പോയിന്റ്സ്, അതുമായി ബന്ധപ്പെട്ട് വരച്ചിരിക്കുന്ന ലോക്കസ് ലൈന്, എന്നിട്ട് എന്താ അതിന്റെ ഫ്രണ്ട് വ്യൂയിൽ ഉണ്ടായിരിക്കുന്ന അടയാളപ്പെടുത്തിയിരിക്കുന്ന പോയിന്റ്സ്, ഫൈനൽ ഷേപ്പ് പെന്റഗന്റെ ഒക്കെ ഫ്രണ്ട് വ്യൂ ഒക്കെ വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കട്ട് പോർഷന്റെ ഒക്കെ ഇത്തരത്തിൽ വരയ്ക്കാൻ പറയുമ്പോൾ ഫൈനൽ ഒരു പക്ഷേ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും ഈ രീതിയിൽ നിങ്ങൾ പോയിന്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ പോയിന്റ് ഇവിടെ തന്നെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്, സെന്റർ അവിടെയാണ്, അല്ലെങ്കിൽ പോട്ടെ ഒരു എക്സ്റ്റേണൽ സൈഡ്സ് ഓൾമോസ്റ്റ് ഓക്കെ ആണ്, അങ്ങനെയൊക്കെയാണ് എങ്കിൽ ഒരു ക്വസ്റ്റിന് 15 മാർക്കാണ്. ഒരു ടീച്ചർമാരും ഈ 15 മാർക്കും വെറുതെ അങ്ങ് എടുത്ത് കളഞ്ഞ് നിങ്ങൾക്ക് 0 മാർക്ക് തരത്തില്ല. അതായത് KTU പരീക്ഷയ്ക്ക് തോൽക്കാനാണ് പാട് എന്ന് ഞാൻ ആവർത്തിച്ച് ഈ എക്സാമിന് മുമ്പുള്ള വീഡിയോകളിലും പറഞ്ഞത് ഇതുകൊണ്ടാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കേണ്ട മാർക്ക്, അർഹതപ്പെട്ട മാർക്ക് കിട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞത്, പല പരീക്ഷകൾക്കും നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷനെങ്കിലും എഴുതി വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് മാർക്ക് വീഴും എന്നുള്ളതാണ്. ഇപ്പൊ ഗ്രാഫിക്സ് എക്സാമിന് തന്നെ 15 മാർക്കിന്റെ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട് എങ്കിൽ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഈ രീതിയിൽ 5 മാർക്ക് കിട്ടിയാൽ മതി. നിങ്ങൾക്ക് എത്ര മാർക്കായി? 20 മാർക്കായി. പിന്നെ 4 മാർക്ക് നമ്മൾ അവിടെയും ഇവിടെയൊക്കെ ഒരു പൊടിക്കുകയും ദൈവത്തിന്റെ അനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ 24 മാർക്ക് പാസ് മാർക്കാണ് മക്കളെ. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് അത് പറ്റിയില്ല, നിങ്ങൾ ഏകദേശം സപ്ലൈ ഉറപ്പിച്ചു, അങ്ങനെയാണ് എങ്കിൽ പോലും എന്ത് ചെയ്യുക? വെയിറ്റ് ചെയ്യുക, അത്ഭുതങ്ങൾ സംഭവിക്കും. ഇനി അഥവാ സപ്ലി ആണെങ്കിൽ പോലും വീണ്ടും ഒരു അവസരമുണ്ട്. പക്ഷേ സാധാരണ S1 S2 ഒക്കെ റിലേറ്റീവ്ലി സിമ്പിളാണ്. നിങ്ങൾ ഇനി അങ്ങോട്ട് പോകുന്നത് കോർ സബ്ജക്ട്സിലേക്കാണ്. അതുകൊണ്ടാണ് S1 S2 നിങ്ങളും പരമാവധി എഫർട്ട് ഇട്ട് പഠിച്ചുകൊണ്ട് സപ്ലികൾ ഒഴിവാക്കാൻ നിങ്ങളുടെ പ്രൊഫസേഴ്സ് ആയിക്കോട്ടെ അതുപോലെ മറ്റു അധ്യാപകരും ഒക്കെ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം അത് ബേസിക്കാണ്. ഇപ്പം നമ്മൾ 10ൽ SLC പരീക്ഷ എഴുതണമെങ്കിൽ 9 വരെ പഠിക്കണമല്ലോ. അതുപോലെ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ എല്ലാ ബ്രാഞ്ചുകാർക്കും കൊടുക്കുന്ന ഫൗണ്ടേഷൻ ബേസിക് ആണ് S1 S2. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക. S1 നിങ്ങൾക്ക് ഇനി നോട്ട്സ് ഇല്ലാതെയാണ് പഠിച്ചതെങ്കിൽ S2 കൃത്യമായിട്ട് ആ നോട്ട്സ് ഒക്കെ വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഉപകാരപ്രദമായെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.